BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിരയാണ്. ആശാ വർക്കർമാർക്ക് 2000 രൂപ പ്രതിമാസം ഇൻസെന്റീവ് പ്രഖ്യാപിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ കോർപ്പറേഷനാണ് കണ്ണൂർ. അത്തരം പ്രഖ്യാപനം നടത്താൻ ഏറെ കാരണങ്ങളുണ്ടെന്നാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര വ്യക്തമാക്കുന്നത്. നമുക്കറിയാലോ, തിരുവനന്തപുരത്ത് രാപ്പകലില്ലാതെ കേരളത്തിലെ ആശാ വർക്കർമാർ സമരം ചെയ്യുകയാണ്. അവരോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ LDF സർക്കാരിൻ്റെ മന്ത്രിമാരുൾപ്പെടെ CITUവിൻ്റെ നേതാക്കന്മാരുൾപ്പെടെ അവരെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പറയുന്നത് ആശാ വർക്കർമാർക്ക് ഈ ഓണററി അല്ല, അവർക്ക് ശമ്പളം നിശ്ചയിക്കട്ടെ. അവർ ഒരു ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ്. 2005 NHMൻ്റെ ഇതിൽ വന്ന ആശാ വർക്കർമാർ അവരെ എന്തുകൊണ്ട് ഒരു ജീവനക്കാരായി കണ്ടുകൂടാ? കണ്ണൂരിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റിലുണ്ട്. ആ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ നടപ്പാക്കും എന്നാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര പറയുന്നത്. ഇത്തവണ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ലോൺ എടുത്തുകൊണ്ട്, അത് സർക്കാരിൻ്റെ ഒരു സ്കീം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു നൈറ്റ് ലൈഫ് ഉണ്ടാകുന്ന തരത്തിലുള്ള നല്ല ഒരു സംവിധാനം പഴയ ബസ് സ്റ്റാൻഡിൽ വരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി പിരിച്ച ഒരു കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. നമ്മൾ പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതോടൊപ്പം നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നികുതി പിരിവ് ഊർജിതപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. അത് നമ്മൾ നിസ്സാരമായി കാണുന്നതല്ല. അതിലും കോർപ്പറേഷൻ മുന്നോട്ട് തന്നെയാണ്. വളരെ അഭിമാനമുണ്ട് നമുക്ക് പറയാൻ. കണ്ണൂർ കോർപ്പറേഷൻ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ തന്നെ മതി വീണ്ടും UDFന് അധികാരത്തിൽ വരാൻ എന്നാണ് അഡ്വക്കേറ്റ് പി ഇന്ദിര വ്യക്തമാക്കുന്നത്. കണ്ണൂരിനെ എങ്ങനെ വെട്ടിമുറിച്ചു കഴിഞ്ഞാലും അത് UDFൻ്റെതാണ്. അത് ജനമനസ്സുകളിലുണ്ട്. കാരണം കഴിഞ്ഞ 4 വർഷത്തെ ഭരണം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നിങ്ങൾ ഒന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. 4 കൊല്ലത്തെ ഭരണം കണ്ണൂർ കോർപ്പറേഷന് എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ അന്ന് ആ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അന്ന് പുതിയ റോഡുകൾ, ഒരു റോഡുകൾ പോലും ഒരു കോർപ്പറേഷൻ്റെ ഒരു വാർഡിലും കൊടുക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ആ 4 വർഷക്കാലം ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ വികസനം ഏത് തരത്തിലായിരുന്നു? അതിനുശേഷമുള്ള UDFൻ്റെ ഭരണം വന്നതിന് ശേഷം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ എന്തായിരുന്നു? അത് നമ്മൾക്ക് കാണുന്ന കാഴ്ചക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്ത് തന്നെയായാലും എങ്ങനെ വെട്ടിമുറിച്ചു കഴിഞ്ഞാലും കണ്ണൂർ കോർപ്പറേഷൻ UDFനുള്ളതാണ്. അഡ്വക്കേറ്റ് പി ഇന്ദിരയുമായുള്ള BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.